വീഡിയോയിൽ എല്ലാവരും സ്വാഗതം. ഇന്ന് കാണിക്കുന്നത് മിസ്റ്റർ ബട്ട്ലറിൻ്റെ ഒരു ഇലക്ട്രിക് റൈസ് കുക്കറാണ്. ഇത് എത്ര കറണ്ട് എടുക്കും എന്നുള്ള ഒന്ന് ചെക്ക് ചെയ്ത് കാണിക്കാനാണ് കേട്ടോ. ഇതിൻ്റെ ഫങ്ഷനിങ് എല്ലാം കാണിക്കുന്നത് ഇതിൽ എത്ര കറണ്ട് എടുക്കും എന്നുള്ളത് കാണിക്കാനാണ്. അതായത് കറണ്ട് തിന്നോ, കറണ്ട് ബില്ല് കൂടുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എത്ര വാട്സാണ് എടുക്കുന്നത് എന്നുള്ള ഏകദേശം 1000 വാട്സാണ് ഇതിൻ്റെ പുറകിൽ എഴുതിയിട്ടുള്ളത്. മാക്സിമം 1000 വാട്ട്സ്. സാധാരണഗതിയിൽ എത്ര വാട്ട്സ് എടുക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. ഇല്ല, വെള്ളമാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ക്ലോസ് ചെയ്തു. ഓണാക്കിയിട്ടുണ്ട്. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. കാരണം ഞാനിത് സാധാരണ അരികളൊക്കെ ഒരു 10 മിനിറ്റ് കൊണ്ട് സാധാരണ ഇതിൽ റൈസ് അത് തയ്യാറാവും. പ്ലെയിൻ റൈസൊക്കെ, അതായത് ചോറ് കറക്റ്റ് ഒരു 10 മിനിറ്റ് കൊണ്ട് ആവുന്നതാണ്. അപ്പോൾ 10 മിനിറ്റിലാണ് ഇത് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇപ്പം സ്റ്റാർട്ടിങ്ങിൽ 800 ഓണാണ്. ഫങ്ഷനും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോസിൽ ഞാൻ വിശദമായിട്ട് ഇട്ടുതരാം. പക്ഷേ ഞാൻ ജസ്റ്റ് ഇതൊരു എത്രത്തോളം കറണ്ട് എടുക്കേണ്ടതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സാധാരണ ഒരു ഇലക്ട്രിക് സ്ലാബ് വല്ലാതെ മുകളിലേക്ക് പോകുന്ന ആളുകൾ ഉപയോഗിക്കാതെയൊക്കെ നന്നാവുക. സാധാരണ 300 വേറെ വീട്ടിലൊക്കെ കറണ്ട് ബില്ല് കൂടുതലായിട്ട് സാധാരണഗതിയിൽ 300-ന് മുകളിലൊക്കെ പോകുമ്പോൾ സ്ലാബ് കൂടുന്നുണ്ട്. 500-ന് മുകളിൽ സ്ലാബ് മാറുന്നുണ്ടല്ലോ ഇലക്ട്രിക് ബില്ലിൻ്റെ. അപ്പോൾ ഈ സ്ലാബ് മാറുന്നവർക്ക് ഉപയോഗിക്കുമ്പോൾ റെഗുലറായിട്ട് ഒരു ദിവസമൊക്കെ ഒരു പ്രാവശ്യമൊക്കെ ഉപയോഗിച്ചാൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പെട്ടെന്ന് സ്ലാബ് മാറിക്കഴിഞ്ഞാൽ ഒരു യൂണിറ്റെങ്കിലും കൂടിക്കഴിഞ്ഞാൽ മൊത്തം നമ്മൾ ഇലക്ട്രിക് ബില്ലിൻ്റെ സ്ലാബ് മാറും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. കൂടുതൽ ഇലക്ട്രിക് ഉപകരണങ്ങളുള്ള വീട്ടിലാണ് പെട്ടെന്ന് കറണ്ട് ബില്ല്. നമുക്ക് ഒരു യൂണിറ്റ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ സ്ലാബ് കംപ്ലീറ്റ് മാറും. അപ്പോൾ ഇത് 837, 838, 800 ശരാശരി 850 വാട്സാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ ഈ വർക്കിങ്ങിൽ 850 വാട്സ് എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ 850 വാട്സ് 1000 വാട്സ് വർക്ക് ചെയ്താലാണ് ഒരു യൂണിറ്റ് കറണ്ട് വരിക. അതായത് 0.8 യൂണിറ്റ് ഒരു മണിക്കൂർ കൊണ്ട് ഇത് നമുക്ക് കൺസ്യൂം ചെയ്യും. അപ്പോൾ അതിൻ്റെ 10 മിനിറ്റ് 12 മിനിറ്റ് വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. അത് 0.8 യൂണിറ്റാണ് ശരിക്കും ഇത് ഒരു മണിക്കൂർ വർക്ക് ചെയ്താൽ എടുക്കുക. സാധാരണ റൈസ് ഉണ്ടാക്കാൻ 12 മിനിറ്റ് 14 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ ധാരാളമാണ്. ഇതാണ് ഇതിൻ്റെ ഒരു കറണ്ട് കൺസപ്ഷൻ വരുന്നത്. അപ്പോൾ ഇത് മാത്രമായിട്ട് ഉപയോഗിക്കുന്നതൊക്കെ ലാഭം തന്നെയാണ്, സംശയമല്ല. പക്ഷേ നമ്മൾ വേറെ ഇലക്ട്രിക് ആയിട്ട് ഐറ്റംസ് ഇതിൻ്റെ കൂടിയായിട്ട് ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് സ്ലാബ് മാറും, നല്ല ബില്ലും വരും. അത് നല്ലോണം ശ്രദ്ധിക്കണം. നമ്മൾ റൈസ് കുക്കർ മാത്രമേ ഇലക്ട്രിക്കൽ ഉപയോഗിക്കുന്നുള്ളൂ, ബാക്കിയുള്ളൊന്നും അങ്ങനെ ഇലക്ട്രിക് കൺസ്യൂം ചെയ്യുന്ന ഐറ്റംസ് ഒന്നും വീട്ടിലില്ല എങ്കിൽ കുഴപ്പമില്ല. നേരെ മറിച്ച് ഈ ഒരു പ്രോഡക്റ്റ് മാത്രമാണ് കൂടുതലും ഇലക്ട്രിക്കൽ ഉപയോഗിക്കുന്നുള്ളൂ എങ്കിൽ നല്ല അത്യാവശ്യം ലാഭം തന്നെയാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. അടുത്ത വീഡിയോ മുതൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.